Every day is a wonderful day. Who knows what we'll see? It could be anything, 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 anything. Oh yeah. Life is our paintbrush, and we are in no rush to use up all the colors of the rainbow. Red, green, orange, yellow, blue, indigo and violet too. These are all the colors of the rainbow. Yeah, we're making rainbows. Yeah, we're making rainbows. Yeah, we're making rainbows. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞങ്ങളങ്ങനെ നേപ്പാളിലെത്തി. ഇന്ന് 2ാം ദിവസമാണ് കേട്ടോ. ഇന്നലെ രാത്രി സുഖമായി കിടന്നുറങ്ങി. ഉറക്കമൊക്കെ കഴിഞ്ഞതേ രാവിലെ എനിക്ക് ഫ്രഷായി. അപ്പോൾ ഈ റൂമായിരുന്നു ഞങ്ങളുടെ റൂം. ഇതേ റൂമൊക്കെ പൂട്ടി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങണം. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം ഇന്ന് ഞങ്ങൾക്ക് അടുത്ത സ്ഥലത്തേക്ക് നീങ്ങാനായിട്ട്. പാൽപ്പ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മളിനി പോകുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ മെയിൻലി ഇവിടുത്തെ സീനിക് ബ്യൂട്ടിയാണ് നമ്മൾ മെയിൻലി കാണാനായിട്ട് വന്നത്. പിന്നെ ജസ്റ്റ് ക്രിസ്മസിൻ്റെ സമയത്തൊരു ഔട്ടിങ് അത്രയും മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചുള്ളൂ, പുതിയതായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും ആയിട്ടല്ല. അപ്പോൾ അതേ ചേട്ടൻ സ്യൂട്ട് കേസ് കാര്യങ്ങളെല്ലാം വണ്ടിയിൽ കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടി പോയേക്കായിരുന്നു. ഇതാ എത്തിയിട്ടുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്. ഹായ്. അപ്പോൾ ഞങ്ങളിനി ഇവിടുന്ന് ഇറങ്ങാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. അങ്ങനെ ഞങ്ങൾക്ക് ഇന്ന് 2ാം ദിവസം. ഉറങ്ങിയല്ലോ അവർ സുഖമായിട്ട്. ഓ സൂപ്പർ ഉറക്കം കഴിഞ്ഞ്. പിന്നെ കമ്പിളി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ. നല്ല രസമായിട്ടോ രാവിലത്തെ കാഴ്ചകൾ. ഇപ്പം അങ്ങനെ മഞ്ഞൊന്നുമില്ല ഇവിടെ, പക്ഷെ തണുപ്പുണ്ട്, നല്ല തണുപ്പാണ്. എല്ലാവരും കണ്ട സ്വെറ്ററും ജാക്കറ്റും ഒക്കെ ഇട്ടേക്കണേ. നല്ല സൂപ്പർ തണുപ്പ്. ഹലോ സുഷ ടീച്ചർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കുഴപ്പമില്ല, യുപിയിലെ തണുപ്പ്. പക്ഷെ നല്ല തണുപ്പില്ലേ, നമുക്ക് സ്വെറ്ററും ജാക്കറ്റൊക്കെ ഇടേണ്ട അവസ്ഥയല്ലേ. അവിടെ ഫോട്ടോ എടുക്കില്ല. എല്ലാവരും ഫോട്ടോ വീഡിയോ ഒക്കെ ആയിട്ട് നടക്കണം. ഇങ്ങനെ ഇരുന്ന് ചായ കുടിക്കുക, ഫുഡ് കഴിക്കുക, അങ്ങനത്തെ ഏരിയകളൊക്കെ ഇങ്ങനെ അവർ പണിതിട്ടുണ്ട്. ഹട്ട് പോലെയൊക്കെ ഇവിടെയൊക്കെ വേറെ ആൾക്കാരുണ്ട്. അങ്ങനെ ഇതുണ്ടാവും മഞ്ഞുവെള്ളമൊക്കെ വീണ് നനഞ്ഞിരിക്കുന്ന ഇലകളൊക്കെ. ഇവിടെ മുളക്കാടിനടുത്ത് നിന്നുള്ള ഫോട്ടോ വീഡിയോ ഒക്കെ ഷൂട്ടിങ് നടക്കണം. അവരെല്ലാവരും കൂടെ അവിടെ വേറെ ഏരിയയിൽ റീൽസ് ഉണ്ടാക്കാൻ തോന്നുന്നു. റീൽസിൻ്റെ ടൈമാണ്. നല്ല രസമല്ല ഇവിടുത്തെ കാഴ്ചകൾ, പൂക്കളും. അങ്ങേ സൈഡിൽ കണ്ടോ, ഇന്നലെ നമ്മൾ പോയതൊക്കെ ഈ സ്ഥലത്തേക്കാട്ടോ. ഇന്നലെ നമ്മൾ വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിച്ചതൊക്കെ ഈ സ്ഥലത്താണ്. മലയുടെ സൈഡിൽ കൂടെ വലിയ വലിയ പാറക്കല്ലുകളും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ബ്യൂട്ടിയാണ്. ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് സമയം ഞങ്ങളുടെ ഫോട്ടോഷൂട്ടിന്റെ സമയമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ റിസോർട്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റിവറിന്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ നല്ലൊരു ബ്യൂട്ടിഫുൾ ഏരിയയാണ് ഈ സൈഡിൽ മൊത്തം. അപ്പോൾ നമുക്ക് ഇവിടെ അവിടെയൊക്കെ ആയിട്ടൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാം. എവിടെ നിന്ന് നമ്മൾ ഫോട്ടോ എടുത്താലും ഈ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഹില്ലും അങ്ങനെയൊക്കെ ആയിട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയാട്ടോ. പിന്നെ ഫുൾ പച്ചപ്പാണ് രാവിലത്തെ ടൈം, അത് നല്ല തണുപ്പും. അപ്പോൾ ഇലകളൊക്കെ ഇങ്ങനെ ആ മഞ്ഞുവെള്ളമൊക്കെ വീണ് നനഞ്ഞ് നല്ല ഗ്രീനറി ആയിട്ട് ഇരിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാട്ടോ. മഞ്ഞുവെള്ളം ഓ കാലത്തെ ആ ഒരു നേച്ചർ ബ്യൂട്ടി ഉണ്ടല്ലോ, സൂപ്പറാ. ഫോട്ടോ എടുത്തു. അടുത്ത വീഡിയോ വരുന്നു നമ്മുടെ മുഖ്യ കഥാപാത്രങ്ങള്. റീല് കഴിഞ്ഞോ?
ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ യാത്ര രാവിലെ തന്നെ ആരംഭിക്കേണ്ടതാണ്. പക്ഷെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയായി വരുന്നേ ഉള്ളൂ. അപ്പൊ എന്തായാലും കിട്ടിയ സമയം കളയണ്ട, നമുക്ക് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇന്നലെ നൈറ്റ് ഞങ്ങളിവിടെ സ്റ്റേ ചെയ്തു. ഇനിയിപ്പോൾ ഇന്ന് ഞങ്ങൾ കാണാൻ പോകുന്ന സ്ഥലത്തായിരിക്കും, അഥവാ ഇന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ എവിടെയെങ്കിലും റൂം എടുത്തായിരിക്കും നമ്മൾ സ്റ്റേ ചെയ്യുക. അപ്പൊ അതുകൊണ്ട് ഇന്ന് പോകുമ്പോൾ നമുക്ക് ലഗേജ് കാര്യങ്ങളെല്ലാം എടുത്തിട്ട് വേണം ഇവിടുന്ന് പോകണമെങ്കിൽ. അപ്പോൾ എന്തായാലും കാണാൻ ചെല്ലുന്ന സ്ഥലത്ത് അവിടെ ചെന്നിട്ട് അവിടുത്തെ സിറ്റുവേഷനൊക്കെ അനുസരിച്ചാണ് നമ്മൾ സ്റ്റേനെ പറ്റി ചിന്തിക്കുള്ളൂ. ഞങ്ങളുടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ഇവിടെ ഡൈനിങ് ഹാളിലേക്ക് വന്നിരിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഡൈനിങ് ഹാൾ. നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെയൊക്കെ കഴിച്ചു തുടങ്ങി. എൻ്റെ ദൈവമേ, ഒരു പൂരി ഭാജി, പൂരി വെജിറ്റബിൾ സബ്ജി, ഭാജി അല്ല അല്ലേ, പൂരി വെജിറ്റബിൾ സബ്ജി. ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. 4 പൂരിയില് 4 പൂരി തിന്നിരിക്കണം. പിന്നെ സാലഡ് 2 പീസുണ്ട്. എല്ലാവരും വിശപ്പ് ഭ്രാന്തിലാണ്. എല്ലാവരും കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഓ, എന്താ പേര് തണുപ്പുകാരനൊന്ന്, പേര് തണുപ്പ്. കുറച്ച് കഴിയുമ്പോൾ വെയിൽ വരും. ആയി ആയി ആയി. നമ്മളെത്ര പേര്? 14 പേരല്ലേ? അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി ഞങ്ങളിത് ഇവിടുന്ന് തിരിച്ചുള്ള യാത്രയിലാണ്. അപ്പോൾ ലഗേജ് കാര്യങ്ങളെല്ലാം ഇവിടുന്ന് കംപ്ലീറ്റ്ലി എടുത്ത് വണ്ടിയിലൊക്കെ വെച്ചിട്ട് ഞങ്ങൾ പോണേ. ഇനി നമ്മൾ സ്റ്റേ ചെയ്യുന്നത്, ഇന്ന് വൈകുന്നേരം നിൽക്കണമെങ്കിൽ ഇവിടെ ആയിരിക്കില്ല സ്റ്റേ ചെയ്യുക. പോകുന്ന സ്ഥലത്ത് വേറെ വല്ലവിടേക്ക് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് വെള്ളം എടുക്കാൻ പോകണോ? ആണോ? ചൂടുവെള്ളം എടുക്കാൻ വേണ്ടി പോകണതാണ്. അപ്പോൾ അങ്ങനെ ഇതാ വണ്ടിയൊക്കെ തുടച്ച് സെറ്റപ്പ് ആക്കണം. മഞ്ഞുവെള്ളം നന്നായി വീണിട്ടുണ്ട് വണ്ടിയുടെ മുകളിലൊക്കെ. അപ്പോൾ ഒരു മഞ്ഞുവെള്ളമൊക്കെ തുടച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളിങ്ങനെ 3 വണ്ടികളിലായിട്ടാണ് വന്നത്. അപ്പോൾ 3 വണ്ടിയും തുടച്ച് സെറ്റപ്പാക്കി സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. നല്ല ബ്യൂട്ടിഫുൾ സീനറി കേട്ടോ ഇവിടെ. അങ്ങനെ ഞങ്ങൾ രാവിലെ ഒരു 8-9 മണിയോടുകൂടി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്നത് പാൽപ്പ എന്ന് പറയുന്ന സ്ഥലം കൂടി ഞങ്ങൾ താൻസൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്താൻ പോവാണ്. അപ്പോൾ അവിടെ നമുക്ക് ടവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ബ്യൂട്ടിഫുൾ സീനറി, അവിടുത്തെ നേച്ചർ ബ്യൂട്ടിക്കായാലും നല്ല ഭംഗിയാണ്. അപ്പോൾ നേപ്പാളിൽ വരുന്നവർ ഒട്ടുമിക്കവാറും പേര് ആ സ്ഥലത്തും കൂടെ പോയി കണ്ടിട്ടേക്ക് പോകാറ്. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ആ ഭംഗി കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപോകാം. പിന്നെ അവിടെ ഒരു ടവർ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ടവറിൻ്റെ മുകളിൽ കയറണം എന്നൊക്കെയുള്ള ഒരു പ്ലാനൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ഒരു ഫാമിലി അവർ വേഗത്തിൽ തന്നെ കണ്ട് അവർ തിരിച്ചു പോകുമെന്ന് പറഞ്ഞിരുന്നു. അവർക്ക് നേരത്തെ തിരിച്ച് വീട്ടിലേക്ക് വരണം. അപ്പോൾ അതുകൊണ്ട് അവർ നേരത്തെ തന്നെ എല്ലാം കണ്ട്, നമ്മൾ പോകുന്നത് ഒരുമിച്ചാണ്. പക്ഷേങ്കിൽ അതൊക്കെ കഴിഞ്ഞ് അവർ കണ്ട് നേരത്തെ തന്നെ തിരിച്ചു പോരും. നമ്മൾ പിന്നെ അവിടുന്ന് ഉച്ച കഴിഞ്ഞ് ലഞ്ചൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ വേറെ സ്ഥലത്തും കൂടെയൊക്കെ ഒന്ന് കറങ്ങാൻ പോകണമെന്ന് വിചാരിച്ചിരിക്കുന്നു. നല്ല സൂപ്പർ വെയിലായി. ഇപ്പോൾ മഞ്ഞൊന്നുമില്ല, പക്ഷെ തണുപ്പുണ്ട്. അതോടൊപ്പം തന്നെ വെയിലായിട്ടുണ്ട്. അപ്പോൾ വെയിലായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഈ തണുപ്പ് കുറയായിരിക്കും കുറച്ച് നേരം കഴിയുമ്പോഴേക്കും. പകലെന്തായാലും നമ്മുടെ യാത്രയ്ക്ക് പ്രശ്നമില്ല. അപ്പോൾ മഞ്ഞൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തായിരുന്നു, വണ്ടി ഓടിപ്പിക്കാൻ തന്നെ പറ്റാത്ത സ്ഥിതിയായിരുന്നു. അപ്പം എന്തായാലും ആ പ്രശ്നമില്ല. അതല്ലാതെ സൂര്യനിങ്ങനെ ഉദിച്ച് നിൽക്കണുണ്ടോ, അടിപൊളി. ഇവിടേക്ക് ഡയറക്റ്റ് നോക്കാൻ പറ്റില്ല, വീഡിയോയിൽ കൂടെ കാണാം ഉദിച്ച് നിൽക്കുന്ന സൂര്യന്. നമ്മുടെ വയനാട് റോഡൊക്കെ പോലെ തന്നെ ഫീൽ അല്ലേ? വളച്ചിലും മലകളും സൈഡും കുറച്ച് വയനാട് ലുക്കുണ്ട്, കുറച്ച് ഊട്ടി ലുക്കുണ്ട്. ഊട്ടിയിലൊക്കെ ആയാലും ഇങ്ങനെ ഇവിടെയല്ലേ ലാൻഡ് സ്ലൈഡൊക്കെ കൂടുതലുണ്ടാവുന്ന സ്ഥലം. എന്തായാലും മഴയൊന്നുമില്ല, നല്ല സൂപ്പർ വെയില്. മലയൊക്കെ അങ്ങ് കണ്ടോ, സൂര്യപ്രകാശം കാരണം കൊണ്ട് അങ്ങോട്ടേക്കൊന്നും വീഡിയോ തന്നെ ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. അങ്ങേ വശം മൊത്തം മലകൾ. ഇവിടെ റോഡ്
വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് വണ്ടി നിർത്തിയേക്കട്ടെ അവര്. റെജി സാർ വണ്ടി നല്ല സൂപ്പർ ബ്യൂട്ടി കേട്ടോ ഇവിടെ. അവരിതേ വീഡിയോ എടുക്കലും കഴിഞ്ഞ് വേറെ സ്ഥലത്ത് നിന്ന് ഒന്നും കൂടി എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ട് വണ്ടി. അടിപൊളി. ഭയങ്കര വെയിലാണ്, അവിടേക്ക് നോക്കാൻ പോലും വയ്യ. പക്ഷേ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി ഞാൻ വീഡിയോ എടുത്തേക്കാളും ക്ലിയർ ആയിട്ട് കിട്ടുന്നത് ഇവിടുന്ന. കാരണം അവിടെ നിന്ന് വെയിലിങ്ങനെ വന്നിട്ട് വെയിലടിച്ചിട്ട് ശരിക്കും ക്ലിയർ ആയിട്ട് കാണുന്നില്ല. അതെ, ശ്രീഷ ടീച്ചർ മെറ്റലിന്റെ മോളിൽ കയറി നിൽക്കുന്നുണ്ട് വീഡിയോ എടുക്കാനായിട്ട്. വ്യൂ പോയിന്റിലേക്ക് എത്തിയേക്കണവര്. വ്യൂ പോയിന്റ് നല്ല രസം കേട്ടോ. പക്ഷെ ഈ വെയിൽ കാരണം എനിക്ക് അറിഞ്ഞൂടെ എന്തോരം ക്ലിയർ ആയി കിട്ടുന്നു. അതിലേ ഇങ്ങനെ വെള്ളമൊക്കെ കണ്ടോ ഒഴുകി വരുന്നത്. നല്ല ബ്യൂട്ടി കേട്ടോ ഇവിടെ. സൂപ്പർ. അവിടെ ഒരു ചെറിയ റോഡ് കാണാം. ഈ സൈഡിൽ കൂടെ വണ്ടികളൊക്കെ പോകുന്നു. വലിയ കൊക്ക നോക്കിയേ, വലിയ കൊക്കാന്ന്. ഇവിടേക്ക് നോക്കുമ്പോ ഇത് വേറെ ചെറിയ വഴികളാ. അതിലേ കൂടെ ഒക്കെ നടന്നു എന്താ രസം അല്ലേ? ശരിക്കും അതിലേക്ക് ഒന്ന് പോണായിരുന്നു. അതിലെ പോകുന്ന അത് വേറെ വഴിയാണ്. ചെറിയ ഇറക്കം തോന്നും, ഇറങ്ങി ഇറങ്ങി പോകണം. വെയിൽ വരണുണ്ട്, ഇങ്ങനെ കുറച്ച് ഷാഡോ അങ്ങനെ കാണാം. ഇത് ചായക്കടയാന്ന് തോന്നുന്നു അല്ലേ? എനിക്ക് അങ്ങ് ദൂരേന്ന് കണ്ടപ്പോ തോന്നി ഇത് താഴേക്ക് വീഴാവോന്ന്. തുമ്പത്തൊന്ന് നിക്കണ പോലെ. വാഴയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. വാഴയൊക്കെ ഉണ്ട്, വാഴ കൃഷി സൈഡിൽ തന്നെ. അപ്പൊ നമ്മള് ഒരു മലയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇനി അടുത്ത മലയിലേക്ക് കയറണോ? അടുത്ത മലയിലേക്ക് കയറുക. അവരുടെ വണ്ടി അവിടെ എത്തി. ഷാരിസിന്റെ വണ്ടിയൊക്കെ സൂര്യപ്രകാശം ഇങ്ങനെ അടിച്ചു നിൽക്കുന്നോണ്ട് നമുക്ക് വീഡിയോ അത്ര ക്ലിയർ ആയി വരും. നല്ല രസം. അവിടെ നമ്മുടെ കടുക് പാടുണ്ട് കേട്ടോ. കടുക് പാടും, കടുക് പൂക്കള് നല്ലതാ. ഇവിടെ ഒരു പാലമുണ്ട്. പാലം നമ്മുടെ കുറച്ച് പേര് ഇതിൽ ഇറങ്ങി പോയിട്ടുണ്ട്. അവർ പാല അവിടെ എത്തി. ഇതേ പ്രീത ടീച്ചറൊക്കെ അതേ അവിടെ എത്തി. അങ്ങ് അതിലെ വണ്ടികൾ പോകണുണ്ടോ? കുറച്ച് പേര് അതിലേ ഇറങ്ങുന്നുണ്ട്, കുറച്ച് പേര് ഇതിലേ ഇറങ്ങിയിട്ടുണ്ട്. 5 ജിപ്പിയൊക്കെ ഇതിലേ പോയി. പോണോ? ഇല്ല, ഞാൻ വന്നില്ല, പൊക്കോ. അവരൊക്കെ അതിലേ ഇറങ്ങുന്നുണ്ട്. സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ ഷൂവിന് ഗ്രിപ്പില്ലെങ്കിൽ ചിലപ്പോൾ വീഴും, തെന്നി വീഴും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇറങ്ങണില്ല. ഞാൻ റിസ്ക് എടുത്ത് പോകാനിപ്പോൾ നിൽക്കുന്നില്ല. ഞാൻ ഇവിടെ നിന്ന് അവർ പോകുന്നവരുടെയൊക്കെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്.
അവിടെ നിന്ന് ഇങ്ങനെ വെള്ളത്തിൻ്റെ ഇങ്ങനെ കേൾക്കാം, ഇരക്കൽ സൗണ്ട്. ഞങ്ങളങ്ങനെ നേപ്പാളിലെത്തി. നേപ്പാളിൽ അടിപൊളി വ്യൂ കേട്ടോ. എവിടെ നിന്ന് ഫോട്ടോ എടുക്കണോ വീഡിയോ എടുക്കണോ, സൂപ്പർ സ്ഥലം, അടിപൊളി. അവരൊക്കെ താഴെ ഉണ്ട് കേട്ടോ, കുറച്ച് പേര് താഴെ പോയിട്ടുണ്ട്. ആ പാലത്തെ കൂടെ അവർ പോകുന്നുണ്ട് കുറെ പേര്. 5 താഴെ എത്തി. കടുകുപാടം അപ്പുറത്തിപ്പുറത്തൊക്കെ കൃഷിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, എന്തൊക്കെയോ കൃഷി. അങ്ങേ സൈഡിൽ മൊത്തം മല, 4 വർഷവും മല തന്നെയാണ്, പക്ഷെ നല്ല നല്ല സീനറി. നമ്മുടെ ആൾക്കാർ അങ്ങനെ അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട്. അവർ സീനിക് ബ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് കടുകുപാടത്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ നിന്ന് തിരിച്ചു വരുന്നുണ്ട്. ഞങ്ങൾ പിന്നെ ഇറങ്ങിയില്ലേ, അവിടെ വേറെ പിന്നെ അധികം കാഴ്ചകളില്ലല്ലോ എന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയില്ലേ. പിന്നെ അതാ വരുന്നു, ഓരോരുത്തരായിട്ട് കയറി കയറി വരുന്നുണ്ട്. കൂളിംഗ് ഗ്ലാസ് വെച്ചോ, അടിപൊളി. ഹീറോ ലുക്കുണ്ട് റജി. ഒരാളെ ആ റോട്ടിൽ കൂടെ കയറുന്നുണ്ട്, ഒരാൾ ഈ റോട്ടിൽ കൂടെ കയറി. അങ്ങനെ കടുകുപാടൊക്കെ കണ്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നത് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒരു റെസ്റ്റിനൊക്കെ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ പ്ലേസിലൊക്കെ എത്തുമ്പോൾ നമ്മൾ അവിടേക്ക് ഒന്ന് വണ്ടി നിർത്തി ഇത്തിരി നേരം ഒന്ന് വിശ്രമിച്ച് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പിന്നെ വീണ്ടും വണ്ടി കയറി. അങ്ങനെയുണ്ടോ ഞങ്ങളുടെ യാത്രയൊക്കെ. ഇവിടെ നമുക്ക് അങ്ങോട്ടേക്ക് ഒരു സിറ്റി കാണായിരുന്നു, അത് പക്ഷേ ഇനി ഇപ്പൊ എവിടെ നിന്ന് കാണാൻ പറ്റുമെന്നറിയില്ല. ഞാൻ കാണാം നല്ല സൂപ്പറായിട്ട് സൂം ചെയ്യാം. ഓക്കെ, എൻ്റെ അമ്മോ, അവിടെ ടാൻസൺ എന്നാണ് ഒരു ഹിന്ദിയിൽ എഴുതി വെച്ചേക്കണ. ടാൻസൺ, ഇംഗ്ലീഷിൽ ടാൻസൺ, നായപ്പട്ടി സ്ഥലത്തിന്റെ പേര് നായപ്പട്ടി ആണോ? അങ്ങനെയൊക്കെ ഉണ്ട് അവിടെ ബോർഡ് കണ്ടില്ലായിരുന്നോ, നായപ്പട്ടി. നല്ല വ്യൂ കേട്ടോ. ഞങ്ങളങ്ങനെ ടാൻസൺ എന്ന് പറയുന്ന സിറ്റിയിലേക്ക് പോകുന്ന വഴിയാണ്. ഓൺ ദ വേ നമ്മൾ പാൽപ്പ കൂടി കേട്ടോ പോകുന്നത്. അപ്പോൾ ഇനിയും ഒത്തിരി ദൂരം യാത്ര ചെയ്യാനുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ അടുത്ത പാട്ട് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടെ വരാം, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകും. ഇനിയും ഒത്തിരി വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാനും പറയാനൊക്കെ ഉണ്ട്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടെ വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.